പ്രസംഗിക്കുന്നത് സ്വപ്നം കണ്ടാൽ. സ്റ്റേജിൽ കയറി പ്രസംഗിച്ചതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ അതിന് കഴിയുന്ന ആൾ തന്നെയാണ് എങ്കിൽ അവൻ അന്തസ്സും മഹത്വവും പ്രാപിക്കും എന്നാണർത്ഥം. അവൻ അതിന് കഴിയുന്ന ആളല്ലെങ്കിൽ അവൻ യാത്ര പോകും എന്നാണർത്ഥം. യാത്രയിൽ ഒരുപാട് അപകടഭീതിയിലും ആശങ്കയും നേരിടേണ്ടി വരും എന്നാണർത്ഥം. അവൻ സമ്പന്നനാണെങ്കിൽ ദരിദ്രനാകും എന്നാണർത്ഥം. മതനിഷ്ഠയില്ലാത്ത ഒരാൾ ഖുതുബ നടത്തിയതായി കണ്ടാൽ അവൻ മുസ്ലിമാകും, അല്ലെങ്കിൽ മരണമടയുകയും ചെയ്യും. രാജാവ് മിമ്പറിൽ കയറി പ്രസംഗിച്ചു എന്നൊരാൾ സ്വപ്നം കണ്ടാൽ രാജാവ് സദ്വൃത്തനാണെങ്കിൽ നീതി ചെയ്യും എന്നാണർത്ഥം. രാജാവ് കുഴപ്പക്കാരനാണെങ്കിൽ ഓടിപ്പോകും എന്നാണർത്ഥം. സ്ത്രീ മിമ്പറിൽ കയറി പ്രസംഗിക്കുകയും ജനങ്ങളെ ഉപദേശിക്കുകയും ചെയ്തതായി സ്വപ്നം കണ്ടാൽ അവളുടെ ഭർത്താവ് നിന്ദ്യനും നീചനുമാകും എന്നാണർത്ഥം. താൻ മിമ്പറിൽ ചാടിക്കയറി അറിവും യുക്തിയും സ്ഫുരിക്കുന്ന പ്രസംഗം ചെയ്തു എന്നൊരാൾ സ്വപ്നം കണ്ടാൽ അവൻ ജ്ഞാനികളിൽ പെട്ടവൻ, അല്ലെങ്കിൽ അവൻ്റെ മകനോ അവൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലുമോ പണ്ഡിതനായിത്തീരും എന്നാണർത്ഥം. മിമ്പറിൽ കയറി കവിത ചൊല്ലിയെന്നോ മതവിരുദ്ധ കാര്യങ്ങൾ സംസാരിച്ചുവെന്നോ ഒരാൾ സ്വപ്നം കണ്ടാൽ മുസ്ലിങ്ങൾക്കിടയിൽ മതവിരുദ്ധതയും അനാചാരവും പറഞ്ഞ് അവൻ നിന്ദ്യനാകും, അവൻ തൂക്കിലേറ്റപ്പെടും എന്ന് ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നു. മിമ്പറിൽ നിന്ന് വീണു എന്നൊരാൾ സ്വപ്നം കണ്ടാൽ അവൻ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും പദവിയിൽ നിന്ന് താഴുകയും ആളുകൾക്കിടയിൽ നിന്ദ്യനാവുകയും ചെയ്യും. മിമ്പറിൽ കയറി എന്നൊരാൾ സ്വപ്നം കണ്ടാൽ അവൻ പണ്ഡിതനും പരിഷ്കർത്താവും മതനിഷ്ഠയുള്ളവനും ആകും, മഹത്വവും അന്തസ്സും പദവിയും ലഭിക്കുകയും ചെയ്യും.